ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ നെടുമ്പോയിലാണ് കേട്ടോ. ഇവിടെ PK സൂപ്പർ മാർക്കറ്റിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആദ്യം കണ്ടത് നമ്മൾ അരുൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയനെയാണ്, നമ്മുടെ സഹോദര തുല്യനാണ്, നല്ല പെരുമാറ്റമാണ്. അപ്പോൾ നമ്മളെല്ലാം കയറി കാണാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ അതാണ്ട് കുറേ ഷേവിങ് ഐറ്റം, ഈ സൈഡിൽ ഇടത് ഭാഗത്തായിട്ട് ബിസ്ക്കറ്റിൻ്റെ ഒരു കമ്പനീയ ശേഖരം, എല്ലാത്തരം ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ, എല്ലാത്തരം ബിസ്ക്കറ്റ്. പിന്നെ സോപ്പുകൾ, ഷേവിങ് ക്രീംസ്, അങ്ങനെയുള്ള സ്നാക്സുകൾ, എല്ലാ ഐറ്റവും. സോപ്പുകളുടെ ഒരു കലവറ തന്നെ സെൻറ്റർ ഭാഗത്തത്. പിന്നെ റൈസിൻ്റെ ചെറിയ 25 കിലോ 10 കിലോ ബാഗുകൾ, സോപ്പ്, ചീപ്പ്, കണ്ണാടി എന്നു തുടങ്ങി സകലമാന ഐറ്റവും ഇവിടെയുണ്ട്. എല്ലാം നല്ല വൃത്തിയിലും വെടുപ്പോട് കൂടിയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ സോപ്പൊക്കെ സെൻട്രലായിട്ട് വെച്ച ഏരിയയൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലാനിങ്ങോട് കൂടിയുള്ള അറേഞ്ച്മെൻറ്റാണ് കേട്ടോ. ആ സോപ്പ് രണ്ട് സൈഡിലെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഉള്ള സ്ഥലം കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ അവർ അതിന് ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ ടോയ്ലറ്റ് ലോഷൻസ്, അങ്ങനെയുള്ളത്, ടൈൽ ക്ലീനർ, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. പിന്നെ എന്താ പറയുക, ഷേവിങ് ക്രീം ഐറ്റംസ്. അതാണ് കേട്ടോ ധനി എന്ന് പറഞ്ഞ ആൾ. മൂപ്പരും ചെറുവാഞ്ചേരിയാണ്. ധനി നല്ല പെരുമാറ്റമാണ്. കണ്ടില്ലേ, ചിരിയൊക്കെ കണ്ടില്ലേ, ധനി ചിരിച്ചിട്ട് പോയത് കണ്ടില്ലേ, നല്ല ഗുഡ് സ്മൈലാണ് ധനീൻ്റെ. പിന്നെ ഒരു താടിക്കാരൻ കൊച്ചാപ്പും ഉണ്ട്. കൊച്ചാപ്പു അവിടെ എവിടെയുണ്ട്, കണ്ടിട്ടില്ല. അത് ഓണറാണ്, ഓണറുടെ മകൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ, താടിക്കാരൻ കൊച്ചാപ്പു. അപ്പോൾ ചെരുപ്പുകൾ, പിന്നെ ഫുള്ള് ചെരുപ്പുകളുണ്ട്, നാലാവിധ സാധനങ്ങളും ഉണ്ട്. ചെരുപ്പുകളുണ്ട്, ബക്കറ്റ്, അങ്ങനെയുള്ള ഐറ്റമുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പലതരം, പിന്നെ എന്താ പറയുക, ഇതുണ്ട് ഷേവിങ് ക്രീം, മറ്റുള്ള കാര്യങ്ങൾ, പിന്നെ നൂഡിൽസ്, പിന്നെ സോപ്പ്, ചീപ്പ്, അങ്ങനത്തെ എല്ലാവിധ സംഭവങ്ങളും. അതായത് ഫ്രണ്ടിലേക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ കണക്ക് കൂട്ടി കൊടുക്കുകയാണ്. ഒന്ന് അരുണ് ക്യാബിനിലിരിക്കുന്നു, അപ്പുറത്ത് ധനി സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ക്യൂടെക്സ്, പിന്നെ തലയിൽ കുത്തുന്ന സംഭവങ്ങൾ എല്ലാം, ടിഫിൻ ബോക്സ്, പിന്നെ എന്താ പറയുക, ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലി, മുളക്, പഞ്ചസാര, പരിപ്പ്. അപ്പോൾ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇല്ലാത്തത് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ചോദ്യമില്ല. എല്ലാം പാക്കറ്റിൽ, പഞ്ചസാരയെല്ലാം പാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അത് വാട്ടർ ബോട്ടിൽസാണ് കേട്ടോ, മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും പിടിക്കാനുമുള്ള വാട്ടർ ബോട്ടിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നടരാജിൻ്റെ സ്കെയില്, മറ്റ് ഐറ്റംസ്, ബുക്സ്, കാര്യങ്ങളെല്ലാം A to Z, ഗിഫ്റ്റ് പാക്കറ്റുകൾ, നമ്മൾ ക്രോക്കറി ഐറ്റംസുകൾ, എല്ലാ സാധനങ്ങളും, ബൾബുകൾ, എവരിഡി തുടങ്ങി സകലമാർ നല്ല ബ്രാൻഡഡ് കമ്പനികളുടെയുള്ള എല്ലാവിധ ബൾബുകൾ, ഗ്യാരണ്ടിയോട് കൂടിയത്, അങ്ങനെ എല്ലാ ഐറ്റംസും. കുറച്ച് ഫാൻസി ഐറ്റംസും കൂടെ അടുത്ത ദിവസം വരും. അതുകൊണ്ട് ഫ്രണ്ടേജ് കവറാകുമെന്ന് പറഞ്ഞു കേട്ടോ, എന്നോടൊരു കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞിരുന്നു. നമ്മുടെ ബർത്ത്ഡേക്ക് ഉപയോഗിക്കുന്ന ഗിഫ്റ്റുകളാണ് ഈ ഭാഗത്തുള്ളത്. അങ്ങനെ A to Z എല്ലാം കൊണ്ടും അതാണ്. പിന്നെ നമ്മുടെ അലൂമിനിയം പാത്രങ്ങൾ, അന്നയുടെ അലൂമിനിയം നല്ല ബ്രാൻഡഡായ ഐറ്റങ്ങൾ, കൂളിംഗ് ഗ്ലാസ്സുകൾ, ബെൽറ്റുകൾ തുടങ്ങി എല്ലാം കൊണ്ടും എന്താ പറയുക, ക്യാഷ്നെറ്റ്, അങ്ങനെ ആ കാറ്റഗറിപ്പെട്ട ഐറ്റംസ്. അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് മൊത്തത്തിൽ വളരെ അടിപൊളിയായിട്ടുണ്ട്. താഴെ മുട്ട കണ്ടില്ലേ, മുട്ട, നാടൻ മുട്ട, സാദാ മുട്ടകൾ എല്ലാം ഇരിപ്പുണ്ട്, താഴെ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചൂല്, മോപ്പ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇരിപ്പുണ്ട്. ബക്കറ്റുകൾ, ചവിട്ടി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഐസ്ക്രീം ഉണ്ട്. ക്യാമറി ഐസ്ക്രീമിൻ്റെ ഒരു വലിയ ശൃംഖല തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മൂലക്കോട്ട് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു മൊബൈൽ ആക്സസറീസ് ഉണ്ട്, അത്യാവശ്യം ഇയർഫോണ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണ്ട. അത്യാവശ്യം തുണിയല്ലാത്തത് എല്ലാം അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തുണിയും ഉണ്ടാകലുണ്ട്, കൊട്ടിയൂർ ഉത്സവ സീസണിൽ തുണിയും ഉണ്ടാകലുണ്ടെന്ന്. ആ സമയത്ത് കൊട്ടിയൂർ ഉത്സവം കഴിയുമ്പോഴാണ് അത് എടുത്തു വെക്കുക. അപ്പോൾ ധനി പറഞ്ഞത് നാളത്തേക്ക് നമുക്കെല്ലാം സെറ്റാക്കാം, നാളത്തേക്ക് കുറച്ച് ഫാൻസി ഐറ്റം കൂടെ വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗോഡ്സിൻ്റെ ഫോട്ടോസുകൾ, ഫോട്ടോസ് കുറച്ച് വേറെ ഐറ്റം ഫോട്ടോസും കൂടെ കൊണ്ടുവെക്കണം, എന്നാലേ കളർഫുൾ ആവുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗോഡ്സ് ഫോട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല